പരിപാടി തുടങ്ങിയാ? സോ ഗായ്സ്, നമ്മൾ ലുലു മോളിൽ പരിപാടി കാണാൻ വന്നിരിക്കണം. അതുപോലെ ഗായ്സ്, ഇപ്പോൾ ന്യൂ ഇയർ ആഘോഷിക്കാൻ നമ്മൾ പോണത് ലുലു മോളിലേക്കാണ്. ഇവിടെ പരിപാടിയൊന്നും സൗണ്ടൊന്നും കേൾക്കുന്നില്ല. നമുക്ക് നോക്കാം. വണ്ടി പാർക്ക് ചെയ്ത് സോ ഗൈസ്, നമ്മൾ ലുലു മോളിൽ കയറി. ചിരിക്കണ എന്ത് പറയാനാ? ഒന്നും പറയണ്ട നീയൊക്കെ. കുറെ ആൾക്കാരൊക്കെ സ്റ്റെപ്പിൽ കയറിയിരിക്കുന്നു. സോ ഗൈസ്, നമ്മളങ്ങനെ ലുലു മോളിൻ്റെ അകത്ത് കയറി. ഇനി ഇവിടെ പരിപാടി ഉണ്ടോ ഇല്ലെന്നാണ് നോക്കേണ്ടത്. തമന്നയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടെന്ന് തോന്നുന്നു. എന്തെങ്കിലും പറയാനുണ്ടോ? നമ്മൾ പരിപാടി എവിടെയാണെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഗൈസ്. എവിടെയാണെന്ന് അറിഞ്ഞൂടാ. ഐ മീൻ ഗ്രൗണ്ട് ഫ്ലോർ ആണോ ഫസ്റ്റ് ഫ്ലോർ ആണോ ഒന്നും അറിയത്തില്ല. സോ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നടന്ന് നോക്കിക്കൊണ്ടിരിക്കുക. സോ ന്യൂ ഇയർ 2025 ഇത് ലാസ്റ്റ് വ്ലോഗ് ആയിരിക്കും അല്ലേ? 25 26 26 ഫസ്റ്റും ഒരു വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വ്ലോഗ് ചെയ്തു. അയ്യോ, അതെല്ലാം ഞാൻ പറയും. ഗൈസ്, നമ്മൾ അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ വലിയ തിരക്കൊന്നുമില്ല, എന്നാലും ചെറിയൊരു തിരക്കുണ്ട്. ാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെ പരിപാടിയുണ്ട്, DJ പരിപാടിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഒരു കണക്കും ഇല്ല. മീൻസ് DJയോ സ്പീക്കർ അങ്ങനെ ഒന്നും കാണുന്നില്ല. ഹാപ്പി ക്രിസ്മസ്, മേരി ക്രിസ്മസ് എന്ന് എഴുതി വെച്ചിരുന്നു. അല്ലാണ്ട് വേറെ പരിപാടിയായിട്ടൊന്നും കാണുന്നില്ല. നമുക്ക് പുറത്ത് പോയി നോക്കാം. ഇത് സാധാരണ പുറത്താണ് പരിപാടി വയ്ക്കാറ്. ഇനി പുറത്ത് പരിപാടി ഉണ്ടോ ഇല്ലെന്നാണ് ഇനി അറിയേണ്ടത്. ഗൈസിൻ്റെ പുറത്ത് പരിപാടി സെറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ തുടങ്ങിയിട്ടൊന്നുമില്ല. ഇപ്പോൾ ടൈം ഒരു 8 hour-ആയി. ഇതാണ് സെറ്റപ്പ്. ഇനി എപ്പം തുറക്കും എന്നുള്ളത് അറിഞ്ഞൂടാ. ഇറങ്ങി പക്ഷേ അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല, ബിക്കോസ് അത് എക്സിറ്റ് ആയിരുന്നു ഗൈസ്. അപ്പോൾ ഒരു സ്റ്റെപ്പാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്, പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ കയറ്റുന്നില്ല. ഇവിടെയാണ് എൻട്രി. സോ നമുക്ക് എൻട്രി വരെ അകത്ത് കയറാം. പക്ഷെ ലൈറ്റ് നോക്ക്. നമ്മൾ ലുലുവിൽ നിന്ന് ഇറങ്ങി വൈപ്പിൻ ബീച്ചിലോട്ട് പോവുകയാണ്. ഇവിടെ പരിപാടിയൊന്നും തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ 8:30-ആയി. നമ്മൾ ഐസ്ക്രീം വാങ്ങിച്ചിട്ട് ഇന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഹലോ ഗായ്സ്, നമ്മൾ വൈപ്പിൻ ബീച്ചിലോട്ട് പൊക്കൊണ്ടിരിക്കുകയാണ്. ലുലു മോളിൽ വലുതായിട്ട് പരിപാടിയൊന്നും തുടങ്ങിയിട്ടൊന്നുമില്ല. ഈ വൈപ്പിൻ ബീച്ചാണെങ്കിൽ 6 മണി തൊട്ട് പരിപാടി തുടങ്ങി. നമ്മൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെ പോയിട്ട് എന്താവുന്നത്? ഇപ്പം തന്നെ 9 മണിയായി. നോക്കാം. എന്തായാലും അവിടെ പരിപാടിയുണ്ട്. സോ നല്ല തിരക്കായിരിക്കും, അതാണ് ഒരു പേടി. മെറൈൻ ഡ്രൈവിലൊക്കെ ആണെങ്കിൽ ഫുൾ കടയൊക്കെ ഓപ്പൺ. മെറൈൻ ഡ്രൈവില്ല, ഇത് ട്വിൻസാക്കിയത്. കൊള്ളാം. എല്ലാ റോഡിൽ നല്ല തിരക്കുണ്ട്. ഗ്രാൻഡ് ഹയാത്തിലൊരു ദിവസം പോകണ്ടേ ന്യൂ ഇയർ ആഘോഷിക്കാൻ? അടാ, അടുത്ത വർഷമോ? നമുക്ക് ഒരു വർഷത്തിൽ 2 വട്ടം ന്യൂ ഇയർ ആഘോഷിച്ചാലോ? മൈൻഡ് ചെയ്തില്ല. സോ ഗൈസ്, അങ്ങനെ നമ്മൾ
വൈപ്പിൻ ബീച്ചിലെത്തി. നമ്മൾ അങ്ങോട്ട് അകത്ത് കയറുകയാണ്. അത്യാവശ്യം നല്ല തിരക്കും പിന്നെ ആക്ടിവിറ്റീസും. ഇത് ലൈറ്റ് ഹൗസ്, അതിന് മുകളിൽ ഇപ്പോൾ കയറാൻ പറ്റില്ല. നമുക്ക് ഉള്ളിലോട്ട് പോവാം. കുറച്ച് പേര് വരാനുണ്ട്. സോ നമുക്ക് അവർ പറഞ്ഞവരെ കാത്തു നിൽക്കാം. എല്ലാവരും ബീച്ചിൻ്റെ അങ്ങോട്ട് നടക്കുമ്പം നമ്മൾ തിരിച്ച് നടക്കുകയാണ്. സോ ഗൈസ്, നമ്മൾ ഇതിന് ഉള്ളിൽ കയറാൻ പോവുകയാണ്. റൈഡിൽ നിന്ന് കയറാൻ പോവുകയാണ് ഗൈസ്. എന്താ പറയണ്ടേ ന്യൂ ഇയർ ആയിട്ട് എന്താണ് നിങ്ങളെ റെസൊല്യൂഷൻ? ന്യൂ ഇയർ ആയിട്ട് മീശ അടിച്ച് ഇതൊന്നും ഇടല്ലേട്ടാ. ഇവൻ ഈ വർഷം ഫുള്ളും മീശ ഇല്ലാണ്ട് നടക്കാൻ പോകാനാണ് എൻ്റെ റെസൊല്യൂഷൻ. കയറാൻ ഒരാൾക്ക് 100 രൂപയാണ്. ഈ റൈഡ് കയറാൻ വേണ്ടി പ്ലാനുണ്ട്. നമ്മൾ ഇത്ര പേര് നമ്മൾ പോകാൻ പ്ലാനുണ്ട്. സോ ഇനി പേയ്മെൻറ്റ് ചെയ്യാൻ പാടാ. ഇത് നല്ല ഹൈറ്റ് ഉണ്ട് കേസ്, നല്ല ഹൈറ്റ് ഉണ്ട്. പിന്നെ ലോക്കും ഇല്ല. സോ ഗൈസ്, നമ്മൾ ഈ റൈഡിലോട്ട് കയറാൻ പോവുകയാണ്. സോ ഗൈസ്, ഇവിടെ വേറെ കുറേ റൈഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങാറ്റം ഇനി അങ്ങോട്ടും കൂടെ പോയി നോക്കണം ഗൈസ്. നമുക്കിതിൽ ഏറ്റവും ലാസ്റ്റ് കയറിയിട്ട് നിന്ന് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. പേടിയുണ്ടാണോ നിങ്ങൾക്ക്? എനിക്ക് പേടിയൊന്നുമില്ല, എന്നെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. അങ്ങനെ തോന്നുന്നു. അയ്യോ, ആ അതെ, അവരെ ഇറങ്ങി. നമുക്ക് കയറാം. വാ ഗൈസ്, അങ്ങനെ നമ്മൾ അകത്ത് കയറാൻ പോണ്. അകത്ത് കയറി അങ്ങോട്ട് പോടാ, ലാസ്റ്റ് പോടാ, ലാസ്റ്റ് പോ. എടാ ഞാൻ ഇവിടെ ഇരിക്കാടാ. സോ ഗൈസ്, എല്ലാവരും ഇവിടെ നിന്നും നല്ലൊരു വ്യൂ ആണ്. ചെറിയൊരു പേടിയുണ്ട്, ബിക്കോസ് ലോക്കൊന്നും ഇല്ല ഗൈസ്. ലോക്കൊന്നും ഇല്ലാതെ ഇങ്ങനെയാണ് ഇരിക്കേണ്ടത്. അവിടെ ഇരുന്നിട്ട് പേടിയാണെന്ന. എടാ നീ എന്നെ ടൈറ്റാക്കി പിടിച്ചു കേട്ടാ. ഞാൻ നിന്നെ അയ്യോ, ഓ എടുത്ത് പെണ്ണിനെ കാണാനില്ല. ഓ സീൻ, ഓ ഓടാ സീൻ. ചെറിയൊരു ഇതുണ്ട് താഴെ ഇറങ്ങുമ്പോ. കുറച്ചുകൂടെ സ്പീഡ് കൂട്ട്, സ്പീഡ് 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 കൂട്ട്, സ്പീഡ്. ഒരു 2 റൗണ്ട് കൂടെ കാണാമായിരുന്നു. ഇത് പെട്ടെന്ന് തീർന്ന കണക്ക്. സോ ഗൈസ്, നമ്മൾ ഇറങ്ങി. സെറ്റ് അടിപൊളിയായിരുന്നു ഗൈസ്, അടിപൊളി എക്സ്പീരിയൻസ്. ചരൺ, कैसा था एक्सपीरियंस? बहुत अच्छा, सब लोग ट्राई करता है. हाँ, എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? സൂപ്പർ ആയിരുന്നു. എനിക്ക് ഇനിയും പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇനിയും പോകണം. പൈസ എന്നെ അനുവദിക്കുന്നില്ല. പയ്യ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിൽക്കാനൊക്കെ നോക്കി. നീ കണ്ണ് തുറന്നാടാ, കണ്ണ് തുറന്ന് ഇടയ്ക്ക് ഇങ്ങനെ ഫുള്ള് എന്നെ പിടിച്ചിരിക്കുകയായിരുന്നു ഗൈസ്. വേറൊരു റൈഡിൽ കയറാൻ പോവുകയാണ് ഗൈസ്. നമുക്കിനി വേറെ റൈഡ് നോക്കാം. ഇത് നല്ല ജയന്റ് വീല. നമ്മളിപ്പോ ഇനി ജയന്റ് വീല് കയറാൻ പോവുകയാണ്. ശക്തി, എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? കൊള്ളാം.
ഇത്ര ഒന്നും എക്സൈറ്റ്മെന്റ് ഇല്ല പക്ഷെ ഇവന്മാർക്ക് പേടിയടാ. കുഞ്ഞുമില്ല അതൊക്കെ ഉണ്ടോ അവർ ചേടാ നല്ല ഫണ്ണുണ്ട്. നമ്മളിനി ജൈന്റ് വീലിലോട്ട് കയറാൻ പോവാണ്. എല്ലാരും ഇങ്ങനെ പേടിക്കാൻ ഇരുന്നാൽ അതൊരു കണ്ടന്റ് കിട്ടില്ല. നമ്മള് പേടിക്കുന്നതായിട്ട് അഭിനയിക്കണം. ഞാൻ ഇങ്ങനെ ഭയങ്കര നാച്ചുറൽ ആയിട്ട് ഞാൻ 2 കൈ വിട്ടിരിക്കുന്നു. സീരിയസ് ആയിട്ട് 2 കൈ വിട്ടു. ആര് നീ എന്ത് കേറാത്തത്? പക്ഷെ അത് കുറച്ചുകൂടെ വേണമായിരുന്നു, കുറച്ചുകൂടെ ഹൈറ്റ് കയറ്റണമായിരുന്നു. അത് മറ്റേ ഇത് പട്ടം നിനക്ക് എല്ലാ റൈഡിൽ കയറാൻ പേടിയാണ്? ഇല്ല ട്രോൾ ചെയ്യില്ല. അയ്യോ നല്ല തിരക്കുണ്ട്. ആദ്യം നമ്മൾ പ്ലാൻ ചെയ്തത് ഫോർട്ട് കൊച്ചിയിലേക്കാണ്. പക്ഷെ ഫോർട്ട് കൊച്ചി നല്ല തിരക്കായതുകൊണ്ടാണ് പിന്നെ ഇങ്ങോട്ട് നോക്കിയത്. ഇവിടെയും അത്ര തിരക്കില്ല, എന്നാലും നല്ല ഒരു തിരക്കുണ്ട്. DJ പരിപാടിയിലോ അവിടെയാണ് നടക്കുന്നത്. കൊള്ളാം. So guys, we are planning to go play next ride, this giant wheel. മുകളിൽ അത് ഞാൻ നോക്കാൻ എടുത്ത്. പക്ഷെ ഇത് അത്ര ഇത് കിട്ടോ? എന്നെ പൊണ്ണ് ക്യൂ നോക്കടാ. എടാ നല്ല ക്യൂ ഉണ്ടാ, നല്ല ക്യൂ ഉണ്ട്. അപ്പം നമുക്ക് പാട്ടിന് പോവാം. ഗൈസ് ഇവിടെ നല്ല ക്യൂ ആണ് ജൈന്റ് വീൽ കയറാൻ വേണ്ടി. ആൾക്കാർ കുറേ ഇഷ്ടം പോലെ ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ട്. ഉടുക്കത്തെ ധൈര്യമാടാ ശക്തി. എന്താന്ന് ക്യാമറ ഇങ്ങനെ വിളിച്ചങ്ങ്. പുതിയ വർഷമല്ലേ, കുറച്ച് എനർജി ആയിട്ട് നമുക്ക് സംസാരിക്കാം. അന്നൊന്നും ശരിയല്ല, എല്ലാത്തിനും പേടിയല്ലേ. ഇവന്മാരിനി കൊണ്ടുവരണ്ട കേട്ടാ. നമ്മൾ ഇത്ര ധൈര്യമായിട്ട് എല്ലാ റൈഡിൽ കയറാൻ നിൽക്കുമ്പോഴേക്ക് അവൻ്റെ അടുത്ത് ചോട്ടാ ഭീമിന്റെ ഇതിൽ കയറാൻ പറയാം. കുതിര കയറാൻ പറയാല്ലേ. വാ ഇതിലൊന്നുകൂടെ കയറിയാലോ? ഇത് കയറാം. വാ തല കറങ്ങോ? തല ഇറങ്ങി. ഇവർക്ക് കുതിര കയറണം. നീ കുതിരയില് ഡ്രാഗൺ എന്തിനാണ്? സ്പീഡാ? നമ്മൾ വന്ന സ്പീഡ് കാണും, സ്കൂട്ടർ വന്ന സ്പീഡ് കാണും. പിന്നെന്താ, നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പോവുക. ടിക്കറ്റ് കയറാൻ ടിക്കറ്റ് എടുക്കാൻ പോവുകയാണ്. ടിക്കറ്റ് എടുത്താ ഫോണാണെങ്കിൽ നോക്ക് ഗൈസ്, ലൈൻ ഓഫ് ലൈൻ. ഇത്ര ഹൈറ്റ് ഉള്ളായിരുന്നു ഇതിന്. ഇതിൽ കയറാൻ വേണ്ടി ആരൊക്കെ ഉണ്ടെന്നുള്ളത് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇവിടെ നമ്മളെല്ലാവരും നമ്മൾ നോട്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും നോക്കണം. ഇത്തവണ ഞാൻ കണ്ണ് തുറക്കും. നീ കണ്ണ് തുറക്ക്, നോക്കാം. 80 രൂപയാണോ ഒരാൾ? കയറാൻ പോവുകയാണ്. ഫില്ലായി. വീണ്ടും വെയിറ്റ് ചെയ്യാൻ പറ്റും. നോക്കായല്ല. പേടിയുണ്ടാ? കുഴപ്പമില്ല. എങ്ങോട്ട് പോകണത്? അത് ഇച്ചിരി ഇല്ല. എടാ നിന്നെ കണ്ടല്ലേ, ഇതിലും കണ്ണടച്ചിട്ടാണ് വരുന്നത്. ഇങ്ങനെ ഇരിക്കണത് എങ്ങനെ ഇരിക്കും എന്നറിയാൻ വേണ്ടി അടച്ചത്.
കൊള്ളായിരുന്നു കൂടാ, അടിപൊളിയായിരുന്നു. ഓ ഇങ്ങനെ ഒരു കറക്കമുണ്ട്. ഇങ്ങനെ താഴെ ഒന്നിട്ട് പെട്ടെന്നൊരു സ്പീഡുണ്ട്, അതായിരുന്നു അടിപൊളി. ബീച്ചിൽ പോവാം ഇത് അസുരജിനെ ഈ റൈഡിൽ കയറണം. നീ കയറിയ 2 റൈഡിലും നീ കണ്ണടച്ചിട്ട് പേടിച്ചാണ്. ഓ പിന്നെ നീ ഇത് കയറി നോക്ക്, ഞാൻ പേടിക്കില്ല. ഇതിൽ പേടിക്കാവുന്നില്ലല്ലോ. ഗൈസ് ഞാൻ ഇന്നും ഷൂ ആയതുകൊണ്ട് ഞാൻ ഇറങ്ങുന്നില്ല ഗൈസ് വെള്ളത്തിൽ. എന്തോ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇറങ്ങി, എനിക്ക് ഇറങ്ങാനൊരു താല്പര്യമില്ല. ഈ ഡാൻസൊക്കെ കളിച്ചിട്ട് വന്ന് കാല് നനയ്ക്കണം, അതിൻ്റെ അത്ര സുഖം വേറെ എന്ത് ചെയ്താലും കിട്ടില്ല. അത്ര അതാക്കണ്ട. ഗൈസ് നമ്മളിതാ ഇവൻ്റെ കാലെടുത്ത് വലിക്കാൻ പോവുകയാണ് ഗൈസ്.